ഹലോ, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മന്ത്ര MFS 100 എന്ന് പറയുന്ന ബയോമെട്രിക് ഡിവൈസ് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ അത് ഉപയോഗിച്ച് ഫിംഗർ ക്യാപ്ചർ ചെയ്യാം, ദെൻ പിന്നെ CSC VLEകളുടെ സൈറ്റ് കയറി, അതായത് രജിസ്ട്രേഷൻ സൈറ്റിൽ കയറി എങ്ങനെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം, ID കാർഡ് ഡൗൺലോഡ് ചെയ്യാം, KYC അപ്ഡേറ്റ് ചെയ്യാം, പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാം, പ്രൊഫൈൽ കാണാം. ഈ വക കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ഡിവൈസ്, നമ്മുടെ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ആദ്യം നമ്മുടെ ഡിവൈസ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക. മന്ത്രയുടെ MFS 100 എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഗൂഗിളിൽ പോയിട്ട് മന്ത്രയുടെ സൈറ്റിലേക്ക് പോവുക. മന്ത്ര ടെക് ആപ്പ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോവുക. മന്ത്ര ടെക് ആപ്പ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോവുക. മന്ത്ര ടെക് ആപ്പ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോയിട്ട് മന്ത്ര MFS 100 ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുക. download.mantratechapp.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ഒരു ക്യാപ്ച എൻ്റർ കൊടുക്കേണ്ടി വരും. ആ ക്യാപ്ച എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മന്ത്രയുടെ സൈറ്റ് ഓപ്പണായി വരും. അതിനകത്ത് നിന്ന് നമുക്ക് വിൻഡോസ് OSൻ്റേതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. വിൻഡോസ് OSൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒന്ന് RD സർവീസും ഒന്ന് ഡ്രൈവറും. MFS 100 എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഡ്രൈവറും ഡൗൺലോഡ് ചെയ്യണം, RD സർവീസും ഡൗൺലോഡ് ചെയ്യണം. ഇടത് സൈഡിൽ സെക്കൻഡ് ഡൗൺലോഡ് RD സർവീസ് കാണുന്നുണ്ട്. ദെൻ വലത് സൈഡിൽ ആദ്യം ഡൗൺലോഡ് MFS ഡ്രൈവറും കാണുന്നുണ്ട്. ആദ്യം നമ്മൾ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ RD സർവീസ് ഡൗൺലോഡ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് നടക്കുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യുക. ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഡൗൺലോഡ് MFS 100ൻ്റെ RD സർവീസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞു. ഇനി അത് ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിലേക്ക് പോയി അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ആദ്യം ഡ്രൈവറാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഡ്രൈവർ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഡ്രൈവർ ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഫിനിഷ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് RD സർവീസാണ്. RD സർവീസും ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, RD സർവീസും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുക. ഇനി ഫോൾഡർ ക്ലോസ് ചെയ്യാം. ഫോൾഡറിൻ്റെ ആവശ്യമില്ല. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഡിവൈസ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജൊക്കെ വരുന്നുണ്ട്, പോപ്പപ്പ് മെനു ഒക്കെ വരുന്നുണ്ട്. ഒരു ടെസ്റ്റ് ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക. ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഡിവൈസിൽ ലൈറ്റ് കത്തും. അപ്പോഴേക്കും നമ്മുടെ തമ്പ് വെച്ച് കഴിഞ്ഞാൽ, തമ്പല ഏതെങ്കിലും ഫിംഗർ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ കംപ്ലീറ്റ് ആകുമ്പോൾ ക്യാപ്ചർ സക്സസ് എന്ന് എഴുതി കാണിക്കും. ഡിവൈസ് വർക്കിംഗ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. എക്സിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് CSCയുടെ രജിസ്ട്രേഷൻ സൈറ്റിൽ തന്നെ കയറാം. ഓക്കെ, നമ്മുടെ CSC ID കൊടുത്ത് ലോഗിൻ ചെയ്ത് മൈ അക്കൗണ്ടിനകത്ത് കയറി നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക ഒക്കെ ചെയ്യാം. CSC രജിസ്ട്രേഷൻ CSC register.csc
register.csc.gov.in. അതിൽ കയറി മൈ അക്കൗണ്ട് എന്നുള്ള മെനു എടുത്തിട്ട് CSC ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫിംഗർ പ്രിൻ്റ് ആണ് വേണ്ടത്, അത് ക്ലിക്ക് ചെയ്യുക. ഐറിസ് ഉണ്ട്, തൽക്കാലം നമ്മൾ ഐറിസിൽ നോക്കുന്നില്ല, അത് പിന്നെ ഒരു വീഡിയോയിലേക്ക് ഞാൻ പറയാം. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റാണ് എടുക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ ഐറിസിൻ്റെ വീഡിയോ ഇടത്തുള്ളൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡിവൈസ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിവൈസ് സ്കാൻ ചെയ്യാൻ മീൻസ് ഡിവൈസിനകത്ത് നമ്മുടെ സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ, കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചെക്കിംഗ് ആണ് നടക്കുന്നത്. രജിസ്റ്റേർഡ് ഡിവൈസ് ഇതിനകത്തുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് നടക്കുന്നത്. ഓക്കെ, അയ്യോ, അനേബിൾ ടു ഡിറ്റക്ട് എനി രജിസ്റ്റേർഡ് ബയോമെട്രിക് ഡിവൈസ്. പേടിക്കണ്ട, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒന്നുകിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സർവീസ് മാനുവലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സർവീസ് മാനുവലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സർവീസ് നമ്മുടെ സ്റ്റാർട്ട് ബട്ടണിൻ്റെ അവിടെ സർവീസ് നിന്ന് ക്ലിക്ക് ചെയ്ത് സർവീസ് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നിന്നും മന്ത്രയുടെ സർവീസ് കണ്ടുപിടിക്കുക. കുറേ സർവീസ് ഉണ്ട് ഇതിനകത്ത്, ഇതെല്ലാം സർവീസുകളാണ്. ഈ സർവീസിൽ നിന്ന് നമുക്ക് വേണ്ടത് മന്ത്ര AVDM എന്നുള്ള സർവീസാണ്. അപ്പോൾ അത് ജസ്റ്റ് M ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം M ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മന്ത്രയിലോട്ട് പോകും. കാരണം വേറെ M-ൽ തുടങ്ങുന്ന വേറെ ഒന്നും ഇല്ല എങ്കിൽ. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മന്ത്ര AVDM എന്നുള്ള സർവീസ്. അത് റണ്ണിങ് ആണ് എങ്കിലും അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ഈ പ്രശ്നം സോൾവ് ആവും. റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ര AVDM എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് തന്നെ, സെലക്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോപ്പ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എങ്കിലും ആദ്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. റീസ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സൈഡിൽ സ്റ്റാർട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താലും മതി. സൈഡിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അത് ക്ലിക്ക് ചെയ്താലും മതി. ശീലിച്ചതല്ലേ പാടൂ. കണ്ടോ, ഡിവൈസ് അറ്റാച്ച്ഡ് എന്ന് കാര്യം കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. റീസ്കാനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. മിക്കവാറും റീഫ്രഷ് ചെയ്യേണ്ടി വരും, കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈം ഔട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, കൈൻഡ്ലി പ്രൊവൈഡ് യുവർ കൺസെൻറ്റ് ഓതൻറ്റിക്കേഷൻ റിക്വസ്റ്റ്. ഓക്കെ, നമ്മുടെ ഡിവൈസ് ഇതിനകത്ത് സക്സസ്ഫുള്ളായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. RD സർവീസ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിംഗർ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടർ ക്യാപ്ചർ കൊടുക്കുക, പക്ഷേ സ്റ്റാർട്ടർ ക്യാപ്ചർ ആക്റ്റീവ് അല്ല. ഒന്ന് റീഫ്രഷ് ചെയ്താൽ ആക്റ്റീവ് ആകും. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ടർ ക്യാപ്ചറിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ പുട്ട് യുവർ ഫിംഗേഴ്സ് പറയുന്നുണ്ട്, നമ്മുടെ ഫിംഗേഴ്സ് വയ്ക്കാൻ പറഞ്ഞു, വെച്ചു. ക്യാപ്ചർ സക്സസ് ആയി. പക്ഷേ ബയോമെട്രിക് ഡാറ്റ ഡിഡ് നോട്ട് മാച്ച്. നമ്മൾ കൊടുത്തിരിക്കുന്ന CSC IDയുമായിട്ട് കൊടുത്തിട്ടുള്ള ബയോമെട്രിക് ഡാറ്റ മാച്ച് ആകുന്നില്ല എന്നാണ് പറയുന്നത്. മിക്കവാറും നമ്മൾ CSC ID കൊടുത്തിട്ട് തന്നെ കുറേ സമയമായി. ടൈം ഔട്ട് ആയതുകൊണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ വിരൽ വെച്ചതിലാണ് സക്സസ് എന്ന് കാണിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മൈ അക്കൗണ്ടിലൂടെ പോകാം. മൈ അക്കൗണ്ട് എടുക്കുക, CSC ID കൊടുക്കുക, ഫിംഗർ പ്രിൻറ്റ് സെലക്ട് ചെയ്ത് ക്യാപ്ച കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും സ്കാനിങ് രജിസ്റ്റേർഡ് ഡിവൈസ് RD ഡിവൈസ് സ്കാൻ ചെയ്യുകയാണ്. പ്ലീസ് വെയിറ്റ്. ഓക്കെ, ഡിവൈസ് കണ്ടുപിടിച്ചു, എഗ്രി ചെയ്തു. വീണ്ടും സ്റ്റാർട്ട് ക്യാപ്ചർ കൊടുത്തു. പുട്ട് യുവർ ഫിംഗർ, ക്യാപ്ചർ സക്സസ്. ഓക്കെ, നമ്മുടെ പ്രൊഫൈലിലേക്ക് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ പ്രൊഫൈലിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രൊഫൈൽ കാണാം, KYC അപ്ഡേറ്റ് ചെയ്യാം, ലോഞ്ചിറ്റ്യൂഡ് കാണാം, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം, ID കാർഡ് ഡൗൺലോഡ് ചെയ്യാം,
ഇനി എന്താ വേണ്ടേ? എല്ലാം ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബയോമെട്രിക് ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളെല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടു മീൻസ് വീഡിയോ അവതരണം അല്ല, ഗ്രാഫിക്സോ മൾട്ടിമീഡിയ എഫക്റ്റോ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ ഫ്രണ്ട്സിനും മറ്റു ആൾക്കാർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോകൾ ഇതിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇട്ട ഉടനെ തന്നെ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് വീഡിയോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഈ ഡിവൈസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അതിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.